2023 ചോദിച്ച സെക്കൻഡ് പേപ്പറാണ് ഡിസ്കഷൻ ഇട്ടിരിക്കുന്നത്. സിമ്പിളാണ്, ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ്. നമുക്ക് ക്വിക്കായിട്ട് നോക്കാം. പെട്ടെന്ന് നോക്കിക്കോ. Which of the following arrangements of resistors offers minimum effective resistance? Minimum. ഈ 3 3 ഓമും തമ്മിൽ എന്ത് കണക്ഷനാണ്? അപ്പൊ R/3 എന്നല്ലേ വരാം. R/3 എന്ന് പറയുമ്പോൾ 3/3 ദാറ്റ് ഈസ് ഈക്വൽ 1 ഓം എന്നല്ലേ കിട്ടാം അല്ലേ? ഇവിടെ 3 കൂടെ എന്ത് കണക്ഷനാണ്? പാരലൽ രണ്ടെണ്ണാണ്. അപ്പൊ R/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 ദാറ്റ് ഈസ് ഈക്വൽ 1.5 ഓം അല്ലേ? ഇവിടെ 1 ഓമും 1 ഓമും തമ്മിൽ എന്ത് കണക്ഷനാണ്? സീരീസ്. അപ്പൊ 2 into 1 ദാറ്റ് ഈസ് ഈക്വൽ 2 ഓം അല്ലേ? ലാസ്റ്റ് 3 എണ്ണം കൂടെ എന്ത് കണക്ഷനാണ്? സീരീസ്. അപ്പോ 3 into 1 ദാറ്റ് ഈസ് ഈക്വൽ 3 ഓം അല്ലേ? ഇപ്പൊ മിനിമം വാല്യൂ കിട്ടിയത് ഏത് കോമ്പിനേഷനിലാണ്? മിനിമം എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലേ നമ്മളോട് ചോദിച്ചത്? നിങ്ങളുടെ റിപ്ലൈയുടെ സ്പീഡ് അനുസരിച്ചിരിക്കും നിങ്ങളുടെ NDAയുടെ റാങ്ക് കേട്ടോ. അല്ലാതെ മൂകന്മാരായിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ലേ. ആൻസർ പറ ഏതാ? ഒരു ലിപ്പ് മൂവ്മെന്റ് പോലും നടക്കുന്നില്ല. അതായത് വേണമെങ്കിൽ പറഞ്ഞോ സാറേ എനിക്ക് ഇത്രയൊക്കെ പറ്റൂ, വേണമെങ്കിൽ പോയി പണി നോക്കിക്കോ എന്നുള്ള ആംഗിളിലാണ് പലരും ഇരിക്കുന്നത്. ഒരു നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ഒരു ഓഫീസർ പോസ്റ്റിലോട്ട് വരുന്ന ഒരാൾ ഇങ്ങനെ അല്ല ഇരിക്കേണ്ടത്. മനസ്സിലായോ? കേട്ടോ ആദിത്യകൃഷ്ണ? അക്ഷതയൊന്നും മൈൻഡ് ചെയ്യില്ല ഞാൻ പറഞ്ഞത്. പോടാ എന്നുള്ള ലെവലിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ റിപ്ലൈ ചെയ്യേ, ക്വിക്കായിട്ട് റിപ്ലൈ പറ, ആൻസർ പറ, വിളിച്ചു പറ. അപ്പോഴല്ലേ ക്ലാസ് രസം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ ആൻസർ ഏതാ? ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 2. സ്പീഡാകും നന്ദ. ക്വസ്റ്റ്യൻ സ്പീഡിൽ വായിച്ചേ. What will happen if a collection of positive and negative charges are passed at a height speed through a magnetic field which is perpendicular to the direction of motion of the charges? മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് കാണാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞേ. Q into V cross B എന്നല്ലേ? Q into V cross B അല്ലേ? പോസിറ്റീവ് ചാർജ് ആണ് എന്ത് വരും? പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ പ്ലസ് ക്യൂ ഇൻറ്റു V ക്രോസ് B എന്നല്ലേ വരാം അല്ലേ? നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ എന്ത് വരും? മൈനസ് ക്യൂ ഇൻറ്റു V ക്രോസ് B എന്നല്ലേ വരാം. ഈ ഫസ്റ്റ് ഫോഴ്സും സെക്കൻഡ് ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ മറ്റത് നെഗറ്റീവ് അല്ലേ? ഒരെണ്ണം മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ മറ്റേ താഴേക്കല്ലേ വരാം. അപ്പൊ എന്ത് സംഭവിക്കും? പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും കൂടെ ഒരുമിച്ച് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്താൽ എന്ത് സംഭവിക്കുന്നല്ലേ ക്വസ്റ്റ്യൻ? ആൻസർ ഏതാ? ക്വിക്ക് റിപ്ലൈ അടിക്കുന്നവർക്ക് റാങ്ക് കിട്ടൂ. ബെറ്റ് വെച്ചോ നിങ്ങൾ കേട്ടില്ലേ? ഒന്നും മിണ്ടാതിരിക്കുന്നവർക്ക് അല്ല റാങ്ക് കിട്ടുക. നിങ്ങൾ എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടെ. ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു പാലക്കാടത്തെ പിള്ളേർ അടിപൊളിയാണ്, നല്ല റിപ്ലൈ ആണ്. ഏതാ ആൻസർ? ഓപ്ഷൻ ബി. പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് വിൽ നിങ്ങൾ എന്താ ഇവിടെ അല്ലേ ശ്രദ്ധിക്കുന്നത് നിങ്ങൾ എല്ലാവരും? ഞാൻ ഈ ബാച്ചിൽ നിന്ന് പിന്മാറും. ഇങ്ങനത്തെ ഒരു ബാച്ചിലൊന്നും പഠിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റും. ഒരു റിപ്ലൈയും തരാത്തവരെ നമ്മളെങ്ങനെ പഠിപ്പിക്കാനാ? ഒന്നെങ്കിൽ നമുക്കൊരു ആഗ്രഹം വേണം, എനിക്ക് NDA കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമെങ്കിലും അറ്റ്ലീസ്റ്റ് വേണം. അതുപോലെ ഇല്ലാത്തവരോട് ഞാനെന്ത് പറയാനാ? ഈ രാവിലെ ഞാൻ 4:30 തുടങ്ങിയ ക്ലാസ്സാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് പോടക്കാച്ച. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി.
കാരണം പോസിറ്റീവ് ചാർജ് ആയാലും നെഗറ്റീവ് ചാർജ് ആയാലും പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പാത്താ ഫോളോ ചെയ്യാം? ശിവബാല ഇവിടെ ശ്രദ്ധിക്കുക. ശിവബാല ആയി നോക്കിയിരിക്കുന്നു അവിടെ ഇവിടെ. ഇല്ലെങ്കിൽ എഴുന്നേറ്റ് പോടുന്നു കേട്ടില്ലേ? മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ചാർജ്ഡ് പാർട്ടികൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്ത എന്ത് പാത്താ ഫോളോ ചെയ്യാന്ന്? When charged particle enter into perpendicular magnetic field, it follows dash path. എന്ത് പാത്ത് ആയിരിക്കും? സർക്കുലർ പാത്ത്. ഉറക്കെ പറ, എന്തായിരിക്കും? സർക്കുലർ പാത്ത്. സർക്കുലർ പാത്ത്. ആരാ പരാബോളിക് എന്ന് പറഞ്ഞേ? പരാബോളിക് ആരാ പറഞ്ഞേന്ന്? മാഗ്നറ്റിക് ഫീൽഡ് പരാബോളിക് പാത്തേ ഇല്ല. മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്താൽ 3 പാത്തേ ഉള്ളൂ. ഏതൊക്കെയാ? ഒന്നുകിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ സർക്കുലർ ആയിരിക്കും, അല്ലെങ്കിൽ ഹെലിക്കൽ ആയിരിക്കും. ഹെലിക്കൽ. ഓക്കെ. ഇലക്ട്രിക് ഫീൽഡിലാണ് പരാബോളിക് പാത്ത് ഉള്ളൂ. മാഗ്നറ്റിക് ഫീൽഡിലേക്ക് 0 ഡിഗ്രിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ പോകും. മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്താൽ സർക്കുലർ പാത്താണ്. മാഗ്നറ്റിക് ഫീൽഡിലേക്ക് 0 ഡിഗ്രിയും 90 ഡിഗ്രി അല്ലാതെ വല്ല ആംഗിളും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഹെലിക്കൽ പാത്താണ്. ഹെലിക്കൽ അല്ലെങ്കിൽ സ്പൈറൽ പാത്താണ്. ഹെലിക്കൽ ഓർ സ്പൈറൽ പാത്ത്. ഇലക്ട്രിക് ഫീൽഡിലേക്ക് 0 ഡിഗ്രിയിൽ എൻ്റർ ചെയ്താൽ സ്ട്രെയിറ്റ് ലൈൻ പാത്ത്. ഇലക്ട്രിക് ഫീൽഡിലേക്ക് വേറെ ഏതെങ്കിലും ആംഗിൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പരാബോളിക് പാത്ത്. ഓക്കെ. അക്ഷത എന്ന് പറഞ്ഞേ. ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ഇൻടു മാഗ്നറ്റിക് ഫീൽഡ് ബൈ മേക്കിംഗ് ആൻ ആംഗിൾ 0 ഡിഗ്രി വിത്ത് ഫീൽഡ്. ദ പാത്ത് ഈസ് circular path. enter into magnetic field by making an angle 0 degree. 0 degree. It follows Circular path. എന്തൊക്കെ കിട്ടും എൻ്റെ കയ്യിൽ നിന്ന്. എന്ത് പാത്തായിരിക്കും? നിങ്ങൾ ചാപ്റ്റർ പഠിച്ചാ? സ്കൂളിൽ പഠിച്ചോ? ഇല്ല സർ. തുടങ്ങിയിട്ടില്ലേ? ഇല്ല. എന്തായാലും നമുക്കിപ്പോ അവിടെ പോയിട്ട് പരീക്ഷയ്ക്ക് ഇത് എഴുതി വെക്കാൻ പറ്റില്ലല്ലോ, ഞാനിതൊന്നും പഠിച്ചില്ലെന്ന്. ഓർമ്മിച്ച് വെച്ചോ, മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ ആണ് Q ഇൻറ്റു വി ക്രോസ് ബി എന്നാണ്. Q ഇൻറ്റു വി ക്രോസ് ബി. Q ഇൻറ്റു വി ക്രോസ് ബി. If theta equal to 0, F equal to 0, സ്ട്രെയിറ്റ് ലൈൻ പാത്ത് ആണ് വരിക. സ്ട്രെയിറ്റ് ലൈൻ പാത്ത്. ഓക്കെ. ഇഫ് തീറ്റ ഈസ് ഈക്വൽ 90 ഡിഗ്രി ആണെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ബി ഇൻറ്റു സൈൻ 90 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ക്യൂ വി ബി എന്ന് വരും. സർക്കുലാർ പാത്ത് ആണ്. അത് പഠിപ്പിക്കും, ക്ലാസ്സിൽ പഠിപ്പിക്കും. സർക്കുലാർ പാത്ത്. തീറ്റ ഗ്രേറ്റർ ദാൻ 0 ലെസ് ദാൻ 90 ഡിഗ്രി ആയാൽ എഫ് ഈസ് ഈക്വൽ ടു ബി ക്യു വി സൈൻ തീറ്റ തന്നെ വരും. സ്പൈറൽ പാത്ത് ആണ് ഫോളോ ചെയ്യുക. സ്പൈറൽ പാത്ത്. 3 ഓർമ്മിച്ച് വെച്ചോ. 0 ഡിഗ്രിയിൽ എൻ്റർ ചെയ്താൽ സ്ട്രെയിറ്റ് ലൈൻ പാത്ത്, 90 ഡിഗ്രിയിൽ എൻ്റർ ചെയ്താൽ സർക്കുലാർ പാത്ത്, വേറെ ഏത് ആംഗിളിൽ വന്നാലും സ്പൈറൽ പാത്ത്. സ്പൈറലിനെ നമ്മൾ ഹെലിക്കൽ പാത്ത് എന്നും പറയും. വൈഷ്ണവി എന്ന് പറഞ്ഞേ, 0 ഡിഗ്രിയിൽ എൻ്റർ ചെയ്ത എന്ത് പാത്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ പാത്ത്. നിന്റെ മൈക്ക് കംപ്ലൈൻ്റ് തോന്നുന്നു. 90 ഡിഗ്രിയിൽ എൻ്റർ ചെയ്താൽ സാരല്ലേ, കംപ്ലൈൻ്റ് ആണ്. സർക്കുലാർ പാത്ത്. വേറെ ഏതെങ്കിലും ആംഗിൾ എൻ്റർ ചെയ്താൽ ഹെലിക്കൽ പാത്ത്. ഹെലിക്കൽ പാത്ത് കേട്ടോ. ഇതിന്റെ ആൻസർ അപ്പോൾ ഓർമ്മിച്ച് വെച്ചോ. ആൻസർ പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ് വിൽ സെപ്പറേറ്റ് ഔട്ട്. ആൻഡ് ദ പാത്ത് വിൽ ബി എന്ന് പറഞ്ഞാൽ പാത്ത് വിൽ ബി എന്തായിരിക്കും? പാത്ത് വിൽ ബി
ആരെങ്കിലും ഒന്ന് പറയടാ. Circular. എന്ത് പാത്തായിരിക്കും? Circular. സർക്കുലാർ 90 ഡിഗ്രിയിൽ എൻ്റർ ചെയ്യുന്നത് കാരണം സർക്കുലാർ ആയിരിക്കും. ഇത് അറിയില്ല എന്ന് വിചാരിച്ച് ബാക്ക് ഔട്ട് അടിച്ച് നിൽക്കല്ലേ. കാരണം എന്താ അറിയോ, ഈ ഒരു മെമ്മറിയിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുക. അടുത്ത ക്വസ്റ്റ്യൻ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്യാം. ഈ ഇക്വേഷൻ ഇങ്ങനെയല്ല. y is equal ut minus half gt square എന്നാണ് ഇക്വേഷൻ. ഒന്ന് കറക്റ്റ് ചെയ്തേ കേട്ടോ. ut minus half gt square. ഇത് NCERT ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ut minus half gt square. വെലോസിറ്റി എന്ന് പറയുമ്പോൾ dy by dt ആണ്. dy by dt എന്ന് പറയുമ്പോൾ നമുക്കറിയാം u minus half g into 2t. So that is equal u minus gt എന്ന് കിട്ടും. ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം dv by dt. ദാറ്റ് ഈസ് ഈക്വൽ 0 മൈനസ് ജി. വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്തു. എഫ് ഈക്വൽ ടു എം എ എന്നാണ്. എം എ. സോ ദാറ്റ് ഈസ് ഈക്വൽ എം ഇൻറ്റു എയുടെ വാല്യൂ മൈനസ് ജി. സോ ആൻസർ മൈനസ് എം ജി ആണ് ആൻസർ. മൈനസ് എം ജി. ഓക്കെ. ഡിസ്പ്ലേസ്മെന്റിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ വെലോസിറ്റി കിട്ടും. വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് കിട്ടും? ആക്സലറേഷൻ കിട്ടും. ഈ ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്യണം. അതൊരു ടൈപ്പിംഗ് എറർ ആണ്. y ഈക്വൽ ut മൈനസ് ഹാഫ് gt സ്ക്വയർ എന്നായിരുന്നു. എന്നാലേ നമുക്ക് ഈ ആൻസർ കിട്ടൂ. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ ശ്രീഹരി ഒന്ന് വായിച്ചടാ ക്വസ്റ്റ്യൻ. ശ്രീഹരി ഒന്നും മിണ്ടുന്നില്ല. അതിദ്രി ഇവരൊക്കെ എന്താ മന്ദപ്പന്മാരായിട്ടിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവില്ല. ഇവരൊന്നും വിളിച്ചിട്ട് വിളിയേക്കാത്ത എന്താണ്? അതിദ്രിക്ക് മൈക്ക് ഓൺ ആക്കാൻ പറ്റുന്നില്ലേ? ഇല്ല. എന്നാ ശിവബാല വായിച്ചോ. ശിവബാല. A block of wood dimension 40 centimeter. Speed. 10 centimeter is kept at a table top with three different positions. A with its side of dimension 20 centimeter into 10 centimeter. B with its side of dimension 10 centimeter into 14 centimeter. And C with its അതൊന്നും side of വായിക്കണ്ട. dimension. ഒരു എ ബ്ലോക്ക് ഓഫ് വുഡ്. അപ്പൊ നമുക്കറിയാം പ്രഷർ കാണാൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞേ. ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് എന്ന് പറയുമ്പോൾ ബോർഡർ വെയിറ്റ് ആണ്. അപ്പൊ വെയിറ്റ് ഡിവൈഡർ ബൈ ഏരിയ. ഈ എം ജി ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഏരിയ എന്നല്ലേ? അല്ലേ? 20 into 10 വരുമ്പോഴോ ഏരിയ എത്ര വരും? A1 എന്ന് പറയുമ്പോൾ 200 അല്ലേ? 10 into 40 A2 എന്ന് പറയുമ്പോൾ 400 അല്ലേ? A3 മൂന്നാമത്തെ കേസിലെ ഏരിയ എന്ന് പറയുമ്പോൾ A3 എന്ന് പറയുമ്പോൾ 40 into 20 800 അല്ലേ? അപ്പൊ നിങ്ങൾ പറഞ്ഞ ഏരിയ കൂടിയാൽ പ്രഷർ കുറയും. അപ്പൊ ഏറ്റവും വലിയ പ്രഷർ ഏതാ? PA. ഇവിടെ PB, ഇവിടെ PC. അപ്പൊ PA ഗ്രേറ്റർ ദാൻ PB ഗ്രേറ്റർ ദാൻ PC ആണോ? ഏതാ ആൻസർ? അപ്പോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വിചാരിക്കും ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, അയ്യോ സാറേ ടഫ് ക്വസ്റ്റ്യൻ ആണല്ലോ എന്ന് പറയും. പക്ഷെ വെരി വെരി സിമ്പിൾ ആണ്. കാരണം വെയിറ്റ് 3 കേസിലും സെയിം ആണ്. കാരണം ഒരു ഗിവൺ വുഡൻ ബ്ലോക്ക് ആണ്. അയാളുടെ ഏത് സൈഡ് ഏരിയ കൂടുതലുള്ള സൈഡ് വെക്കുമ്പോൾ എന്ത് കുറവായിരിക്കും? ഏരിയ കൂടിയാ പ്രഷർ കുറയും. മൂന്നാമത്തെ കേസിലാണ് ഏറ്റവും കൂടുതൽ ഏരിയ ഉള്ളത്. മൂന്നാമത്തെ കേസിൽ ഏരിയ കൂടുതലായത് കാരണം പ്രഷർ കുറവായിരിക്കും. അപ്പൊ ആദ്യത്തെ കേസിലാണ് ഏരിയ കുറവുള്ളത്, അപ്പൊ പ്രഷർ കൂടുതലായിരിക്കും. കാവ്യക്ക് മനസ്സിലായോ?
എന്നാ കാവ്യ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോ. Which one of the following graphs represent the equation of motion v is equal to u plus at, where all quantities are non-zero and symbols carry their usual meanings? ആ നമുക്ക് വെലോസിറ്റിയും വി സീകൾ യു പ്ലസ് എ ടി, വി സീകൾ യു പ്ലസ് എ ടി, അല്ലെങ്കിൽ വി സീകൾ എ ടി പ്ലസ് യു എന്ന് എഴുതാം അല്ലേ. ഇപ്പൊ വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള ഗ്രാഫ് ആണെങ്കിൽ എങ്ങനെ ഇരിക്കും അറിയോ? വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള ഗ്രാഫ് ആണെങ്കിൽ ഇതിനെ നമുക്ക് y ഈക്വൽ ടു എം എക്സ് പ്ലസ് സിയുമായി കമ്പയർ ചെയ്യാം. അപ്പോൾ വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള ഗ്രാഫ് എന്തായിരിക്കും? വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള ഗ്രാഫ് Straight line. Straight line. കറക്റ്റ്, വെരി ഗുഡ്, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇതാണ് വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള ഗ്രാഫ്. വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ. Yes, sir. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന ഡിസ്റ്റൻസും ടൈമും തമ്മിലുള്ള ഗ്രാഫാ. ഡിസ്റ്റൻസും ടൈമും തമ്മിലുള്ള ഗ്രാഫ് എന്ന് പറയുമ്പോൾ എസ് ഈസിക്കൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ? അല്ലേ? ടി സ്ക്വയർ ഇല്ലേ? ടി സ്ക്വയർ, ടി സ്ക്വയർ വരുന്നത് കാരണം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കോ പരാബോളിക് ആയിരിക്കോ? പരാബോളിക്. അപ്പൊ ഇനി ഒന്ന് ആൻസർ ചെയ്ത എല്ലാവരും ആൻസർ ചെയ്തേ. എ ആണോ? ആണോ? No, sir. അല്ല, എന്താ കാരണം? Straight line ആണ്. ലൈൻ ഇവിടെ വെലോസിറ്റി ആയിരുന്നെങ്കിൽ ഇത് കറക്റ്റ് ആയനല്ലേ. Yes, sir. ഇതും അല്ല, കാരണം അതും സ്ട്രെയിറ്റ് ലൈനാ. അടുത്തതായിരിക്കോ? No, sir. No, sir. അതല്ല. No, sir. അപ്പൊ പിന്നെ ഇതല്ലേ? Yes, sir. കാരണം ഡിസ്പ്ലേസ്മെന്റും ടൈമും തമ്മിൽ എസ് ഇ സീകൾ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നാണ്. കാരണം വി സീകൾ യു പ്ലസ് എ ടി ആയാൽ വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള ഗ്രാഫ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈനും ഡിസ്പ്ലേസ്മെന്റും ടൈമും തമ്മിലുള്ള ഗ്രാഫ് ആണെങ്കിൽ അത് എന്തായിരിക്കും? ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, മറ്റത് എന്തായിരിക്കും? Parabolic. പരാബോളിക് ആയിരിക്കും. ഓക്കെ ആണോ? Yes, sir. ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യാവൂ. പെട്ടെന്ന് കയറിയിട്ട് സ്ട്രെയിറ്റ് ലൈൻ കയറി ആൻസർ ചെയ്യരുത്. കാരണം നമ്മളോട് ചോദിച്ചത് വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള ഗ്രാഫ് അല്ല, പകരം ഡിസ്റ്റൻസും ടൈമും തമ്മിലുള്ള ഗ്രാഫാണ്. ഓക്കെ. Yes, sir. Okay, sir. അടുത്ത ക്വസ്റ്റ്യൻ. Which one of the following statements is true for sound waves propagating in air? Which one of the following statement is true for sound waves propagating in air? Option B. Option B. Which one of the following statement is true for sound waves propagating in air? സൗണ്ട് വേവ് എന്ത് വേവാണ്? ഇതാരാ ആൻസർ പറഞ്ഞത്? Mechanical. ആദ്യ ആൻസർ പറഞ്ഞത് ആരാ? Parvati. അറുപതിയാണോ? ആ, ഞാൻ വിചാരിച്ചു നന്ദയാണെന്ന്. നന്ദം മിണ്ടാതിരിക്കുകയാണല്ലേ. ആ പാർവതി, താങ്ക് യു പാർവതി. മെക്കാനിക്കൽ വേവ് ആണ്, അതുപോലെ ലോഞ്ചിറ്റ്യൂഡിലാണ് കേട്ടോ. സൗണ്ട് വേവ് മെക്കാനിക്കൽ ആണ്. സൗണ്ട് വേവ് എന്ന് പറഞ്ഞാൽ മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് അതിനെ മെക്കാനിക്കൽ വേവ് എന്ന് പറയുന്നത്. അതുപോലെ ലോഞ്ചിറ്റ്യൂഡിനൽ ആണ്, ലോഞ്ചിറ്റ്യൂഡിനൽ. രണ്ടും പഠിച്ചിട്ടുണ്ടാവുന്ന വിചാരിക്കണം. എന്നാൽ ലൈറ്റ് വേവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ലൈറ്റ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ മെക്കാനിക്കൽ ആണ്. നോൺ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക്. ഓർമ്മിച്ച് വെച്ചോ. സൗണ്ട് വേവ് എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്. അതേസമയത്ത് ലൈറ്റ് വേവ് എന്ന് പറയുമ്പോൾ നോൺ മെക്കാനിക്കൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. ആൻഡ് ട്രാൻസ്വേഴ്സ് ടു. ലൈറ്റ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്, സൗണ്ട് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ഓക്കെ ആണോ? Yes, sir. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആര് വായിക്കും? വൈഷ്ണവി വായിച്ചോ. വൈഷ്ണവി. Okay, sir.
നിന്റെ മൈക്ക് എങ്ങനെയാ ശരിയായിരിക്കുന്നത്? ബാക്കിയുള്ളവരൊന്നും ശരിയല്ലാത്തതിന്റെ കാരണം എന്താ? സാർ ഇവിടെ ചില സിസ്റ്റത്തിൽ മൈക്രോഫോൺ വർക്കാവില്ല. നിങ്ങളുടെ സ്കൂൾ മാനേജ്മെന്റിനോട് പറ ഇങ്ങനത്തെ മൈക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കൂലെന്ന്. ഓക്കെ സർ. ആ വായിച്ചോ. A 100-gram sphere is moving at a speed of 20 meters per second and collides with another sphere of mass 50 gram. If the second sphere was at rest prior to the collision and the first sphere comes at rest immediately after the collision, considering the collision to be elastic, the speed of the second sphere would be. ആ ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുമ്പോൾ ആര് കൺസർവ് ചെയ്യും അവിടെ? Momentum and kinetic energy. വെരി ഗുഡ്. മൊമെന്റവും കൈനറ്റിക് എനർജിയും കൺസർവ് ചെയ്യും. അപ്പോൾ മൊമെന്റവും കൈനറ്റിക് എനർജിയും കൺസർവ് ചെയ്യുന്ന കൊളീഷനെയാണ് നമ്മൾ ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുക. അപ്പോൾ മൊമെന്റം കൺസർവേഷൻ പ്രകാരം ഇപ്പം നമുക്ക് M1U1 പ്ലസ് M2U2 ഈസ് ഈക്വൽ ടു M1V1 പ്ലസ് M2V2 എന്ന് എഴുതി കൂടെ? ഇത് ഏത് കൺസർവേഷനാ? Momentum. മൊമെന്റം കൺസർവേഷൻ. അതിൽ M1 എത്ര? M1 100 ഇനി U1 എത്രയാ? 20 പ്ലസ് രണ്ടാമത്തെ ബോഡി ഇനീഷ്യലി എങ്ങനെയായിരുന്നു? Rest. റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ ടേം 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇടിച്ചതിന് ശേഷം M1 കംസ് ടു എന്ത് ചെയ്തു? M1 എന്ത് ചെയ്തു? ഇടിച്ചതിന് ശേഷം Rest time. റെസ്റ്റ് ആയി. കറക്റ്റ്. M1 റെസ്റ്റ് ആയി. അപ്പോൾ ഈ ടേം 0 ആയി. പ്ലസ് M2ന്റെ മാസം അറിയാമോ? 50 ഗ്രാമാ. 50 ഇൻറ്റു V2 അറിയില്ലല്ലോ, ഇൻറ്റു V2. അപ്പോൾ 100 ഇൻറ്റു 20 ഈസ് ഈക്വൽ ടു 50 V2. 50യും 100ഉം കൂടെ കട്ടായി 2. അപ്പോൾ V2 ഈക്വൽ എത്രയായിരിക്കും? 40. ആൻസർ 40. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വേറെ ഒന്നുമില്ല. മൊമെന്റം കൺസർവേഷൻ മാത്രമേ അപ്ലൈ ചെയ്യേണ്ട കാര്യമുള്ളൂ. ശ്രദ്ധയ്ക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് ഈ ടേം 0 ആയതെന്ന്? ഇനീഷ്യലി ഫസ്റ്റ് സ്ഫിയർ എന്തായിരുന്നു? റെസ്റ്റാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പിന്നെ രണ്ടാമത്തെ കേസിൽ ഇതെന്തുകൊണ്ടാണ് 0 ആയത്? ഇടിച്ചപ്പോൾ ഫസ്റ്റ് ബോഡി സ്റ്റോപ്പ് ആവുകയും രണ്ടാമത്തെ ബോഡി മൂവ് ചെയ്യുകയും ചെയ്യുന്നു പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ ഏതിന്റെ കൺസർവേഷനാണ് ഉപയോഗിച്ചത്? മൊമെന്റം. കൺസർവേഷൻ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. Okay, sir. ഒരു പോയിന്റ് കൂടെ ഓർമ്മിച്ച് വെച്ചോ, എല്ലാ ടൈപ്പ് കൊളീഷനിലും ആര് കൺസർവ്ഡ് ആവും? മൊമെന്റം. കൈനറ്റിക് എനർജി കൺസർവ് ചെയ്യണമെങ്കിൽ ഏത് കൊളീഷനിൽ മാത്രമേ പറ്റൂ? ഇലാസ്റ്റിക്. ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ ആര് കൺസർവ് ചെയ്യില്ല? കൈനറ്റിക് എനർജി കൺസർവ് ചെയ്യില്ല. ക്ലിയർ ആയോ? Yes, sir. Which of the following optical phenomena support that light is a transverse wave? Polarization. Very good. Polarization. അതുകൊണ്ടാണ് ഈ ഹൈജന്റെ വേവ് തിയറിക്ക് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ പോയത്? ഹൈജന്റെ ഒരു വേവ് തിയറി ഉണ്ട്. ദാറ്റ് വേവ് തിയറി ഈസ് നോട്ട് ഏബിൾ ടു എക്സ്പ്ലെയിൻ പോളറൈസേഷൻ ബിക്കോസ് ഹൈജൻസ് ട്രീറ്റ് ലൈറ്റ് ആസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ബട്ട് പ്രാക്ടിക്കലി ലൈറ്റ് ഈസ് നോട്ട് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ലൈറ്റ് ഈസ് എ transverse wave. Transverse wave. Then Vaishnav, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചടാ. How many of the following materials by എന്താ പറഞ്ഞേ? how many of the following materials compared to ആ ഏതാ ഒന്ന് പറഞ്ഞേ. ഇതിൽ ഏതാ മാഗ്നറ്റ്? പ്ലാസ്റ്റിക് മാഗ്നറ്റിക് ആണോ? നോ. കാർബൺ മാഗ്നറ്റിക് ആണോ? no അലുമിനിയം മാഗ്നറ്റിക് ആണോ? No. നോ.
സ്റ്റെയിൻലെസ് സ്റ്റീൽ മാഗ്നറ്റിക് ആണോ? Yes. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ 2 ടൈപ്പും ഉണ്ട്, മാഗ്നറ്റിക്കും ഉണ്ട് നോൺ മാഗ്നറ്റിക്കും ഉണ്ട്. 2 ടൈപ്പും ഉണ്ട്. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സ്റ്റീലൊന്നും മാഗ്നറ്റിക് അല്ല. അയൺ മിക്സ് ചെയ്ത് വരുന്ന സിലിക്കൺ സ്റ്റീൽ പോലുള്ള ചില സ്റ്റീലുകളാണ്. സാധാരണ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ നോൺ മാഗ്നറ്റിക് ആണ് കേട്ടോ. ഓക്കെ, Okay, sir. ഇതിന്റെ ആൻസർ അവർ NDA എക്സാമിനേഷൻ എന്താ കൊടുത്തെന്ന് എനിക്ക് അറിയില്ല. ഇപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുക. പക്ഷെ എല്ലാ സ്റ്റെയിൻലെസ് സ്റ്റീലും എന്തല്ല, മാഗ്നറ്റിക്കും അല്ല നോൺ മാഗ്നറ്റിക്കും അല്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻസർ ചെയ്യാം. കാരണം നമ്മൾ യൂഷ്വലി ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് അയണിന്റെ കണ്ടന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അയണിന്റെ കണ്ടന്റ് ഉള്ളത് കാരണം അവൻ മാഗ്നറ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യും കേട്ടോ. അപ്പം നമുക്കിവിടെ വേണമെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻസർ ചെയ്യാം. പക്ഷെ ഓർമ്മിച്ചിരിക്കുക, ചില ടൈപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്താ അല്ല, മാഗ്നറ്റിക് അല്ല. ഇതിന്റെ ആൻസർ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എല്ലാ ഇതിനകത്തും അവർ കൊടുത്തിരിക്കുന്നത് 1 ആണ്. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ഉണ്ട്. ഏതായിരിക്കും ഒരെണ്ണം കറക്റ്റ്? സ്റ്റെയിൻലെസ് സ്റ്റീൽ കറക്റ്റ് ആണ്. അങ്ങനെ 1 കൊടുത്തിട്ടുണ്ട്. പക്ഷെ റിയലി നമുക്കത് ഇങ്ങനെ എപ്പോഴും ഓൾവേസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ മാഗ്നറ്റിക് ആണെന്ന് പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. സാർ അവിടെ ഓപ്ഷൻ 4 കൊടുത്തിട്ടില്ലല്ലോ. ഡി നണ്ണെന്ന് പറഞ്ഞല്ലേ കൊടുത്തേക്കണേ? അല്ല, ആൻസർ 1 കൊടുത്തുവിടുക. 1. സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ് ഗിവൺ ബിലോ. കോഡ് 1 പ്ലാസ്റ്റിക് അല്ലേ? ഓ, അപ്പൊ ആൻസർ നമുക്ക് എന്താ ആൻസർ ചെയ്യേണ്ടി വരും? നന്നായിരിക്കും കേട്ടോ. അങ്ങനെയല്ല, അങ്ങനെയാണ് സർ. അതിന് മേലെ മാഗ്നറ്റിക് എത്ര എണ്ണം കറക്റ്റ് ആണെന്ന ക്വസ്റ്റ്യൻ. How many of the following materials can be attracted by a magnet? Plastic, carbon, aluminum, stainless steel. Select the correct answer using code given below. How many of the following material? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ അല്ലേ? ഇതിൽ എത്ര പേര് മാഗ്നറ്റിക് ആണെന്നല്ലേ ക്വസ്റ്റ്യൻ? Yes, sir. എത്ര പേര് മാഗ്നറ്റിക്കാ? ഒരാള്. അപ്പൊ 1 അല്ലേ ആൻസർ? Yes. കേട്ടോ. എന്നോടാ ഡൗട്ട് ചോദിച്ചതാരാ? സാർ ദേവിക. ദേവിക എവിടെ പഠിക്കുന്നത്? ഹോളി ഗോസ്റ്റ്. ഹോളി ഗോസ്റ്റ്. ഇപ്പൊ ദേവിക ക്ലിയർ ആയോ പറഞ്ഞത്? യെസ് സർ. അടുത്ത ദേവിക തന്നെ വായിച്ചോ അടുത്ത ക്വസ്റ്റ്യൻ. The streaming of light beams coming from the sun through trees is said to have suggested that light travels in a straight line. The particles on the path of light beams are visible to us because the streaming of light beams coming from sun through trees is said to have suggested that light travels in straight line. The particles on the path of light beams are visible to us because ലൈറ്റ് വരുമ്പോൾ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയൊക്കെ മിന്നി തിളങ്ങുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. എന്താ കാരണം? വെരി ഗുഡ്. ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ എയർ സ്കാറ്റർ ലൈറ്റ് ഇൻ ടു അവർ ഐസ്. അപ്പോ റിഫ്ലക്ഷൻ ആണോ? അല്ല. സ്കാറ്ററിംഗ് ആണോ? യെസ്. റിഫ്രാക്ഷൻ ആണോ? അല്ല. പോളറൈസേഷൻ ആണോ? അല്ല. അപ്പൊ ഏതാ ആൻസർ? ബി അല്ലേ ആൻസർ? റിഫ്ലക്ഷൻ അല്ല, റിഫ്രാക്ഷൻ അല്ല, പോളറൈസേഷൻ അല്ല. ആൻസർ സ്കാറ്ററിംഗ് ആണ് കേട്ടോ. ഡസ്റ്റ് പാർട്ടിക്കിൾസ് എനർജി അബ്സോർബ് ചെയ്ത് റീ എമിറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സ്കാറ്ററിംഗ്. അബ്സോർപ്ഷൻ ഓഫ് എനർജി ആൻഡ് ദെൻ റീ എമിഷൻ ഈസ് കാൾഡ് സ്കാറ്ററിംഗ്. ഓക്കെ. Yes, sir. Yes, sir. Absorption and re-emission of energy is called scattering. കേട്ടോ. ഓക്കെ അല്ലേ? Yes, sir.
സാർ ഒരു ക്ലാസ്സിലാണ് ഇപ്പൊ കഴിയും. വേണ്ടി അടുത്തത് 11. ദേവിക വായിച്ചോ. ദേവിക രാധാകൃഷ്ണൻ. The flash of lightning is seen before the thunderstorm is heard. It verifies that a sound travels much faster than light. Light travel much faster than sound. Light and sound both travel with same speed. Intensity of flash of lightning is very high during thunderstorm. നിന്റെ അഭിപ്രായം പറയാം. ഏതായിരിക്കും ആൻസർ? Intensity of flash of lightning is very high during thunderstorm. ആയിരിക്കുമോ? നിങ്ങൾക്ക് എന്താ വന്നേ? അറിയില്ല. ബാക്കിയുള്ളവരൊന്ന് സജഷൻ പറയുന്നേ. വെരി ഗുഡ്. ലൈറ്റ് ട്രാവൽസ് മച്ച് ഫാസ്റ്റർ ദാൻ സൗണ്ട് ആണ് കാരണം കേട്ടോ. അതായത് സൗണ്ട് പതുക്കെ ട്രാവൽ ചെയ്യും, ലൈറ്റ് സ്പീഡിൽ ട്രാവൽ ചെയ്യും. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ലൈറ്റ് കാണും, അതിന് ശേഷമേ സൗണ്ട് കേൾക്കൂ. അപ്പൊ ലൈറ്റ് ട്രാവൽസ് പറഞ്ഞേ മച്ച് ഫാസ്റ്റർ. അതാണ് ദേവിക കാരണം കേട്ടോ. ഓക്കെ സർ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധ വായിച്ചോ. ശ്രദ്ധ. The potential difference between the two end terminals of an electric heater is 220 volt and the current through it is 0.5 ampere. What would be the current through the heater if the potential difference across the terminals of the heater is reduced to 120 volt? ആദ്യത്തെ കറണ്ട് 0.5 ആണ്. രണ്ടാമത്തെ കറണ്ട് നമുക്ക് അറിയില്ല, അത് കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യും? ആദ്യം 220 വോൾട്ട് ആണ്, പിന്നെ അത് 120 വോൾട്ട് ആയി. അപ്പോൾ വോൾട്ടേജ് മാറ്റുന്നുണ്ട് അവിടെ. ആദ്യം ഇലക്ട്രിക് ഹീറ്ററിലേക്ക് അപ്ലൈ ചെയ്ത വോൾട്ടേജും അറിയാം, കറണ്ടും അറിയാം. അപ്പൊ അതിൽ നിന്ന് റെസിസ്റ്റൻസ് കാണാൻ പറ്റും. V = IR എന്നല്ലേ? അപ്പൊ R = V/I എന്ന് വരും. വോൾട്ടേജിന്റെ വാല്യൂ 220 by I യുടെ വാല്യൂ 0.5. സോ 220 divided by 1/2 that is equal to 440 ohm ആയിരിക്കും റെസിസ്റ്റൻസ് അല്ലേ? ഇതാണ് ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസിലേക്ക് വരുമ്പോൾ ആരും മാറില്ല. റെസിസ്റ്റൻസ് എന്ത് തന്നെയായിരിക്കും? 440 ഓം തന്നെയല്ലേ വരിക. റെസിസ്റ്റൻസ് മാറില്ല, കോൺസ്റ്റന്റ് ആയി നിൽക്കും. നമ്മൾ 120 വോൾട്ടേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പൊ V = വീണ്ടും IR. V = IR. നമുക്ക് കറണ്ട് കണ്ടുപിടിക്കണം. I = V/R. പിയുടെ വാല്യൂ എത്രയാ? 120 watt. 120 divided by R എത്രയാ? 440. ഏകദേശം ആൻസർ എത്ര വരും? 0.27. 12/44. 12/44 എന്ന് പറയുമ്പോൾ 0.2. Option C. സി ആണോ? Yes. വെരി ഗുഡ്. സി ആണ് ആൻസർ. ശരിക്കും ഈ പ്രോബ്ലത്തില് റെസിസ്റ്റൻസ് കാണേണ്ട കാര്യമൊന്നുമില്ല. V = IR എന്നല്ലേ? അല്ലേ? ഇതിൽ R കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ I എന്നല്ലേ വരിക? അപ്പൊ V1/V2 = I1/I2 എന്ന് എഴുതി കൂടെ? Yes sir. V1 എന്ന് പറയുമ്പോൾ 220. അപ്പൊ 220/V2 എന്ന് പറയുമ്പോൾ 120. അപ്പൊ 220/120 = I1 എത്രയാ? 0.5. I2 അറിയില്ല. 0 കട്ടായി. 22/12 = 1/2 I2. 0.5നെ 1/2 ആക്കി. അപ്പൊ I2 എന്ന് പറഞ്ഞേ
12 by 44 അല്ലേ? 12 by 44. 0.27. ഇപ്പൊ റെസിസ്റ്റൻസ് കാണേണ്ട കാര്യമില്ല, കാരണം റെസിസ്റ്റൻസ് ആദ്യത്തെ കേസിലും രണ്ടാമത്തെ കേസിലും സെയിം ആയി നിൽക്കുന്നത് കാരണം വോൾട്ടേജ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ കറണ്ട് എടുത്താൽ പോരെ? Yes, sir. എല്ലാവർക്കും കിട്ടിയോ? Yes, sir. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഭയങ്കര ക്വസ്റ്റ്യൻ ആണ്, ഭയങ്കര ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. ഒന്നുമില്ല അതിനകത്ത്. വോൾട്ടേജ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ കറണ്ട് വി സികൾ IR എന്നാണ്. അപ്പോൾ വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ I എടുത്താൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, നവനീതേ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞേ. അൺമ്യൂട്ട് ചെയ്യടാ. മൈക്ക് വർക്ക് ചെയ്യുന്നില്ല. അപ്സര പറഞ്ഞു. അപ്സര, ആ The heating element is an electric iron is usually made of the heating element in an electric iron is usually made up of ആരാ? ടങ്സ്റ്റൺ. നമ്മൾ ബൾബ് ഉണ്ടാക്കാനല്ലേ ഉപയോഗിക്കുക? ചുട്ടുപഴുത്ത് കത്തുന്ന ബൾബിനല്ലേ ടങ്സ്റ്റൺ ഉപയോഗിക്കുക? ടങ്സ്റ്റൺ അല്ല. option A. കോൺസ്റ്റാന്റിന് അല്ലേ അല്ല, കാരണം കോൺസ്റ്റാന്റിന് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുക. Nichrome. ആ കോപ്പറും അല്ല. കോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണക്ടിങ് വയർ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. അപ്പോൾ നിക്രോം ആണ് ഉപയോഗിക്കുക കേട്ടോ, നിക്രോം. കോൺസ്റ്റാന്റൻ എന്തിനാ ഉപയോഗിക്കുക? കോൺസ്റ്റാന്റൻ എന്തിനാ ഉപയോഗിക്കുക എന്ന് പറഞ്ഞേ? യൂസ്ഡ് ഫോർ മേക്കിംഗ് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ്. കോൺസ്റ്റാന്റൻ യൂസ്ഡ് ഫോർ മേക്കിംഗ് ആരെ? സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ്. സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ്. ടങ്സ്റ്റൺ യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫിലമെന്റ് ഓഫ് എ ബൾബ്. ആരാ? Filament. Filament of a bulb. Nichrome used for making heating elements. ഈ നിക്കലും ക്രോമിയം കൂടെ ചേർന്ന സാധനമാണ് നിക്കലും ക്രോമിയവും. നിക്കലും ക്രോമിയം കൂടെ ചേരുമ്പോഴാണ് നിക്രോം ഉണ്ടാവുക. നിക്രോം ഇറ്റ്സ് ആൻ അലോയ്. അയൺ ബോക്സിനകത്തൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കും? നിക്രോം ഉപയോഗിക്കും. ഹീറ്റിംഗ് എലമെന്റ് വേണ്ട സ്ഥലങ്ങളിലല്ല നമ്മൾ നിക്രോം ഉപയോഗിക്കും. കാരണം അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഹൈ ആയത് കാരണം പെട്ടെന്ന് കത്തിപ്പോവില്ല, നന്നായി ചൂടാവുകയും ചെയ്യും. ഓക്കെ അല്ലേ? Yes, sir. കോൺസ്റ്റാന്റിന്റെ കൂടെ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളുടെ പേരും കൂടെ എനിക്ക് പറഞ്ഞേ. കോൺസ്റ്റാന്റൻ ആൻഡ് വെരി ഗുഡ്, മാൻഗനിൻ. കോൺസ്റ്റാന്റിനും മാൻഗനിനും സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുക. ടങ്സ്റ്റൺ ബൾബിന്റെ ഫിലമെന്റ് ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുക. നിക്രോം ഹീറ്റിംഗ് കോയിൽസ് ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുക. കോപ്പർ കണക്ടിംഗ് വയർ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുക. മിസ്ബ, കോപ്പർ എന്തിനാ ഉപയോഗിക്കുക? കണക്ടിംഗ് വയർസ്. അടുത്തത് അടുത്ത ക്വസ്റ്റൻ ഒന്ന് വായിച്ച ആരെങ്കിലും? അക്ഷത വായിച്ചോ. Sita, 15-meter high, stands before a plane mirror fixed on a wall to view her true image. What should be the minimum height of the plane mirror so that Sita can view her image fully? എന്തായാലും സീതയ്ക്ക് 15 മീറ്റർ ഹൈറ്റ് ഉണ്ടാവില്ല. അപ്പൊ അത് മിക്കവാറും 1.5 ആയിരിക്കും കേട്ടോ. ഫിഫ്റ്റീൻ അല്ല കേട്ടോ, 1.5 ആണേ. എന്നാലേ ആൻസർ ശരിയാവുള്ളൂ. Option C. ആരാ പറഞ്ഞ സി ആണോന്ന്? Ritvika. ആ, എങ്ങനെ കിട്ടിയത്? ഓൾറെഡി ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? Yes, sir. കാണാതെ പഠിച്ചു വെച്ചോ.
വീട്ടിൽ മിറർ ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ ഫുള്ളായി കാണണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മിററിന് മിനിമം എത്ര ലെങ്ത് വേണം? നമ്മുടെ ഹൈറ്റിന്റെ പകുതി. നമ്മുടെ ഹൈറ്റിന്റെ പകുതിയെങ്കിലും വേണം. മിനിമം ലെങ്ത് ഓഫ് ദ മിറർ required to be fixed on the front wall in order to watch the full length image of a man is half the length. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ഷെൽഫൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അതിൽ മിറർ വെക്കുമ്പോൾ മിറർ എങ്ങനെ സെറ്റ് ചെയ്യണം? നമ്മുടെ ബോഡി ലെങ്ത്തിന്റെ പകുതിയെങ്കിലും വേണം കേട്ടോ. ഓക്കെ, Yes, പ്രൂവ് sir. ചെയ്യണോ? Okay, sir. ചെയ്തു തരണോ? വേണോ? വേണോ? പ്രൂഫ് വേണോന്ന്? Sir. No, sir. No, sir. വേണ്ടെങ്കിൽ വേണ്ട. അപ്പൊ 0.75 ആണ് ആൻസർ. പകുതി ലെങ്ത് 1.5ന്റെ പകുതി കേട്ടോ. ഒരാൾക്ക് അയാളെ മുഴുവനായിട്ട് അയാളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന മിററിൽ കാണാൻ പറ്റണമെങ്കിൽ അയാളുടെ തല ഹെഡ് ആ മിററിന്റെ ടോപ്പുമായിട്ട് കോയിൻസൈഡ് ചെയ്യുകയും വേണം. അയാളുടെ ലെങ്ത്തിന്റെ പകുതി ആയിരിക്കുകയും വേണം. അറ്റ്ലീസ്റ്റ് പകുതിയൊക്കെ കൂടുതലായ കുഴപ്പമൊന്നുമില്ല, പകുതിയെങ്കിലും വേണം. അടുത്തത് പ്രോബ്ലം നമ്പർ 15. ഗാൽവനൈസേഷൻ മെത്തേഡ് ഓഫ് പ്രൊട്ടക്ടിങ് അയൺ ഫ്രം റസ്റ്റിംഗ് ബൈ കോട്ടിംഗ് വിത്ത് എ തിൻ ലെയർ ഓഫ് സിങ്ക്. പഠിച്ചിട്ടില്ലേ അത്? Yes, sir. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ് കറക്റ്റ്ലി റെപ്രസെന്റ് കറണ്ട് വോൾട്ടേജ് വേരിയേഷൻ ഓഫ് റെക്ടാങ്കുലർ പീസ് ഓഫ് സെമി കണ്ടക്ടർ വേഫർ? സെമി കണ്ടക്ടർ വേഫർ എന്ന് പറയുമ്പോൾ പീസ് ഓഫ് സെമി കണ്ടക്ടർ ആണ്. അതുകൊണ്ട് അവന്റെ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഗ്രാഫ് എന്തായിരിക്കും? അപ്രോക്സിമേറ്റ്ലി എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പക്ഷെ അതേ സമയത്ത് ഇതേ ഗ്രാഫ് വേഫറിന് പകരം ഇതിപ്പോ പ്രോബ്ലത്തിൽ പറഞ്ഞ റെക്ടാങ്കുലർ പീസ് ഓഫ് എ സെമി കണ്ടക്ടർ വേഫർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൻസർ എ. പക്ഷെ നിങ്ങൾ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറഞ്ഞ സാധനം നിങ്ങളെ പഠിപ്പിക്കും. ജംഗ്ഷൻ ഡയോഡ് അതിന്റെ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഗ്രാഫ് എങ്ങനെ നിൽക്കും ചോദിച്ചാൽ എങ്ങനെ നിൽക്കുക? അപ്പൊ ഇതായിരിക്കും ആൻസർ. ഇതല്ല, ഇതായിരിക്കും ആൻസർ. ഓർമ്മിച്ച് വെച്ചോ, ഒരു സെമി കണ്ടക്ടറിന് സിംഗിൾ ബ്ലോക്ക് ആണ്, വേറെ ഡയോഡൊന്നും അല്ലെങ്കിൽ. ഡയോഡ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഡയോഡ് ആണെങ്കിൽ അത് പരാബോളിക് ആണ് കേട്ടോ, പരാബോളിക്. ഓക്കെ, ഇപ്പൊ ഇവിടെ ബെറ്റർ ഓപ്ഷൻ ഏതാ നിങ്ങൾ പറഞ്ഞ? എ ആണോ സി ആണോ? എ ആണ്. അതായത് അത് ഓംസിൽ ഒബേ ചെയ്യും, അതുകൊണ്ടാണ് ഗ്രാഫ് ഇതായത് കേട്ടോ. പക്ഷെ ഓർമ്മിച്ച് വെക്കണം, റെക്ടാങ്കുലർ പീസ് ഓഫ് സെമി കണ്ടക്ടർ വേഫറിന് പകരം അത് പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതാണ് ആൻസർ. പി എൻ ജംഗ്ഷൻ ഡയോഡ് ആണെങ്കിൽ ഇതാണ് ആൻസർ. ഓക്കെ, ഓ Yes, sir. പി എൻ ജംഗ്ഷൻ ഡയോഡിന് പാരബോളിക് വരാൻ കാരണം എന്താ? പഠിപ്പിച്ചോ? ജംഗ്ഷൻ ഡയോഡ് ക്ലാസ്സിൽ പഠിപ്പിച്ചോ? No, sir. ആ, പി എൻ ജംഗ്ഷൻ ഡയോഡില് ഇതിനിടയിലുള്ള ഒരു റീജൻ, അതിനെ ഡിപ്ലേഷൻ റീജൻ എന്നാ പറയാ. അപ്പൊ ഇവിടെയുള്ള ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് കടക്കാൻ നോക്കുമ്പോൾ ഈ ഡിപ്ലേഷൻ ലെയർ അവനെ ബ്ലോക്ക് ചെയ്യും നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതും ഈ എൻ റീജനും കണ്ടക്ടറാ, ഇതും കണ്ടക്ടറാ. അവിടെ ഇതാണ് ഗ്രാഫ്. പക്ഷേ ഇതിനിടയിൽ ഒരുത്തൻ കയറി വരും. ആ ഒരുത്തൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പോകുന്ന ഇലക്ട്രോണുകളൊക്കെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് ഗ്രാഫ് ഇതായിരിക്കും കേട്ടോ. ഡിപ്ലേഷൻ ലെയർ എന്നാണ് പറയുന്നത്. നിങ്ങളെ പഠിപ്പിച്ചില്ലാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത്. ഡിപ്ലേഷൻ ലെയർ എന്ന് പറയുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് അതിന് കാരണം. ഓക്കെ, ഡൗട്ട് വെച്ചോട്ടെ. ആ, ഈ സെമി കണ്ടക്ടർ വേഫർ ഓംസിൽ ഒബേ ചെയ്യുന്നല്ലേ പറഞ്ഞേ? അതെ. അപ്പോ മറ്റേ ഐ വി ഗ്രാഫിന്റെ സ്ലോപ്പ് മൈനസ് അല്ല, നെഗറ്റീവ് അല്ലേ വരണ്ടേ? അല്ലല്ല, വോൾട്ടേജ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്നല്ലേ. അപ്പോൾ വി ആർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ, പോസിറ്റീവ് സ്ലോപ്പാ വരിക. ആ, ഓക്കെ ഓക്കെ.
അതിപ്പോൾ ഐ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി ആയാലും പോസിറ്റീവ് സ്ലോപ്പ് തന്നെയാണ്. ആൻസർ എ തന്നെയാണ് കേട്ടോ. ആ അതല്ല, അതിന്റെ സ്ലോപ്പ് എടുക്കുമ്പോ 6 വരണ പോലെ എടുക്കണ്ടേ? അതുകൊണ്ട് അങ്ങനെ ചോദിച്ചതാ. അല്ല, ഐയും വിയും തമ്മിലുള്ള ഗ്രാഫ് അല്ലേ, നമ്മളോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ മാത്രമല്ലേ വരുന്നുള്ളൂ. ഐ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി വരുമ്പോൾ ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ ആണ്. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ 1/r ആയിരിക്കും, മാത്രമേ ഉള്ളൂ. സ്ലോപ്പ് 6 അല്ല, 1/r ആണ്. ഓക്കെ സർ, ചോദിച്ചതാ. ഗ്രാഫ് പോസിറ്റീവ് സ്ലോപ്പ് തന്നെയാണ് കേട്ടോ. കാരണം സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് 6 അല്ല കേട്ടോ. ആരാ? 1/r കണ്ടക്ടൻസ് എന്നാ അതിനെ പറയാം കേട്ടോ. അങ്ങനെ ഡൗട്ടിനെ ചോദിച്ചോ, ധൈര്യമായിട്ട് ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളെ ഓക്കെ, ഈ പാലക്കാട് കുട്ടികളെ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. നിങ്ങൾ കുറച്ചും കൂടെ സ്പീഡിൽ നിങ്ങളുടെ ടോപ്പിക്സ് തീർക്കണം. ഞാൻ പ്രിൻസിപ്പൽ ചിന്താമരക്ഷൻ സാറുമായിട്ട് സംസാരിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ NDAയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു ടഫ് പേപ്പറേ അല്ല, സിമ്പിളാണ്. പക്ഷെ എല്ലാ ചാപ്റ്ററും നമുക്ക് അറിയണം, മനസ്സിലായി? അത് മാത്സ് ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ പഠിച്ചിരിക്കണം. അതാണ് ഇതിലെ പ്രശ്നം. ഇപ്പൊ ചില ക്ലാസ്സുകളിലൊക്കെ ഓൾമോസ്റ്റ് ടോപ്പിക് തീരാറായിട്ടുണ്ട്. അതിനിടെ ക്ലാസ്സിലൊക്കെ ഓൾമോസ്റ്റ് ആയിട്ടില്ലേ? അതുകൊണ്ടാണ് അവർക്ക് മാർക്ക് കൂടുതൽ കിട്ടുന്നത്. അതാണ് അതിന്റെ കാരണം. അല്ലാതെ നിങ്ങൾ ആരും മാർക്ക് കുറഞ്ഞാൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നമുക്ക് ഈ 1 മാസം, ഇനി ഏകദേശം 1 മാസത്തോളം സമയമുണ്ട് ഇല്ലേ? 1 മാസം ഉണ്ട് ഇനി. എന്നാ എക്സാം? അപ്പൊ കറക്റ്റ് 1 മാസത്തോളം ഉണ്ട്. ഈ 1 മാസം കൊണ്ട് നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരും. 1 മാസം ഒന്നും വേണ്ട, 1 ദിവസം കൊണ്ട് തന്നെ വരും ചേഞ്ച്. പക്ഷെ നിങ്ങൾ ഒന്നും കൂടെ എനർജറ്റിക് ആവണം. ഇന്നലെ നിങ്ങൾ കുറേ പേര് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. കംപ്ലൈന്റ് ആണ്, ഞാൻ സമ്മതിച്ചു, അതുകൊണ്ടൊന്നും പറയുന്നില്ല. പക്ഷെ അടുത്ത ക്ലാസ്സിലേക്ക് ഒന്നും കൂടെ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം കേട്ടോ. ഞാൻ അടുത്ത ദിവസം സ്കൂളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ വരട്ടേണ്ട കുറെ എണ്ണത്തിന് വരട്ടാണ്ട്. നിങ്ങൾക്ക് ഭയങ്കര തമാശക്കളിയാണ്. ഒന്നും കൂടെ അങ്ങനെ മരിച്ച് പഠിക്കണം, മനസ്സിലായില്ലേ? അതിനിടയിൽ ബോർഡ് എക്സാം എന്നൊക്കെ വിചാരിച്ച് നിലവിളിച്ചുകൊണ്ടിരുന്നാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ബോർഡ് എക്സാം ഒക്കെ വരും പോവും. ബോർഡ് എക്സാമിനേഷനെ കുറിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. ഒരു വീഡിയോ കാണിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് എയർഫോഴ്സ് ആണ് എനിക്കിഷ്ടം. നിങ്ങൾക്കോ? നേവി വേണോ? ഇതിൽ ഒരു അയാൾ പറയുന്ന ഒരു ഇത് കേൾക്കുമ്പോ ഇലക്ട്രിക് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു ബേസ് ടിപ്പാണ്. അതിന്റെ ഓണർ എന്ന് പറയുമ്പോൾ റിച്ചാർഡ് ബ്രാൻസൺ എന്ന് പറയും. റിച്ചാർഡ് ബ്രാൻസൺ എന്ന് പറഞ്ഞ ഇതിന്റെ മുതലാളി. അപ്പൊ കാണാനല്ലേ, ഇത് ഭ്രാന്തനാണ്. സ്പേസിലെത്തി. അറൌണ്ട് ഒരു 120-130 കിലോമീറ്റർ ഫ്രം എർത്ത്. Welcome to witnesses. You're clear to unstrap. സ്പേസാ. Welcome to space. Welcome to space. Richard To Branson. all you kids down there, I was once a child with a dream. ഇപ്പൊ കണ്ട ആളുടെ പേരാണ് റിച്ചാർഡ് ബ്രാൻസൺ. 420 കമ്പനികളുടെ ഓണറാണ്. 420 കമ്പനികളുടെ മുതലാളിയാണ്. Looking up to the stars. Now I'm an adult in a spaceship with lots of other wonderful adults looking down to our beautiful, beautiful Earth. To the next generation. ഇനി പറയുന്ന അയാൾ പറയുന്ന ഒരു വാചകം, അതെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാൻ എന്നിട്ട് നിങ്ങളോട് ചോദിക്കുക അയാൾ എന്താ പറഞ്ഞത്. റെഡി അല്ലേ? അല്ലേ? Dreamers, if we can do this, just imagine what you can do. എന്താ അയാൾ പറഞ്ഞേ? Just imagine what you can do. ഉറക്കെ പറഞ്ഞേ. Just imagine what you can do. അതിന്റെ മുന്നൊരു കാര്യം പറഞ്ഞു അയാള്.
If we can do this, just imagine what If you we can can do this, if we can do this, just imagine. what you can do. അയാൾ മീൻ ചെയ്ത് ഇങ്ങനെയായിരിക്കും, ഞാനിങ്ങനെ വയസ്സ് 10-75 വയസ്സായി, എനിക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ആൾ ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? അല്ലേ? ആ, അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. Wow. Oh my God. Woo! Oh my God. ആ കുട്ടിക്ക് 17 വയസ്സാ, നിങ്ങളുടെ പ്രായ. Oh my God. Oh, this is unbelievable. This is too unbelievable. യെസ് യെസ്. അപ്പൊ ഇന്നത്തെ മെസ്സേജ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ രക്ഷപ്പെടും. റിച്ചാർഡ് ബ്രാൻസൺ പറയണ വാചകം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇഫ് ഐ ക്യാൻ ഡു ദിസ്, എനിക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുമെങ്കിൽ, ജസ്റ്റ് ഇമാജിൻ വാട്ട് യു ക്യാൻ ഡു. നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ പ്രോബ്ലം ചെയ്യാൻ കഴിയും. ബിക്കോസ് യു ആർ യങ്. അതാണ് കാരണം. 1 മിനിറ്റ് കളയരുത്. മനസ്സിലായോ? രാവിലെ തൊട്ട് രാത്രി വരെ ഫുൾ ടൈം ഇതിലേക്ക് തിരികെ. എൻഡിയെ കിട്ടിയ എനിക്ക് ഇനി ഒരു ലൈഫുള്ളൂ അങ്ങ് തീരുമാനിച്ചോ കേട്ടാ. നേരിട്ട് കാണാം. ബൈ. Thank you, ഹാവ് എ നൈസ് ഡേ. Thank you, sir. Thank you, sir. Thank you, sir.